നായർ ഈഴവ ഐക്യത്തിന് വീണ്ടും സാധ്യത തുറന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. NSSുമായി ഇനി കൊമ്പുകോർക്കാനില്ല. ഇരു സംഘടനകളെയും തമ്മിലടുപ്പിച്ചതിന് പിന്നിൽ മുസ്ലിം ലീഗാണ്. നായർ ഈഴവ ഐക്യം മാത്രമല്ല, നായാടി മുതൽ നസ്രാണി വരെ എന്ന ആശയമാണ് SNDP യോഗം മുന്നോട്ട് വെക്കുന്നത്. ഉടൻ ചേരുന്ന SNDP നേതൃയോഗം NSSുമായുള്ള സഹകരണ സാധ്യതകൾ ചർച്ച ചെയ്യുമെന്നും വെള്ളാപ്പള്ളി പറയും. NSSുമായിട്ട് ഞങ്ങളെ തമ്മിൽ തെളിയിച്ചത് ആരാണ്? അന്നെല്ലാം സമരം ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ ഇവിടെ ഹൈക്കോടതി ഒന്നും ഞാൻ സമരം ചെയ്തില്ല. സംവരണം കാര്യം പറഞ്ഞോണ്ട് ഇതിന്റെ പിന്നിൽ ആരായിരുന്നു? കൂടുന്നതല്ല ഇവിടെ വെച്ചല്ല ഞാൻ കൂടുന്നത്. അവരുടെ ഓഫീസിലെത്തി കൂടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം മുമ്പിൽ നിർത്തിക്കൊണ്ട് സംവരണം കാര്യം പറഞ്ഞുകൊണ്ട് എന്നും NS നേതൃത്വമായിട്ട് വഴക്ക്. അവർ പുറകെ നിൽക്കുക, എന്നെ കൊണ്ട് പുറകെ പണി കാണിക്കുക. എന്നിട്ട് ഭരണത്തിൽ വന്നല്ലോ, എന്നിട്ട് എന്ത് ചെയ്തു? കാരണം LDF ഭരണം മാത്രം മാറി UDF ഭരണം വന്നാൽ നമുക്കെല്ലാം കണലില്ലാത്തെല്ലാം പൊന്നാക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്ത് കിട്ടി, എന്ത് തന്നു? ഏതായാലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ചതിവുകളുണ്ട്. ഇനി ഏതായാലും NSS നേതൃത്വമായിട്ട് SNDP യോഗം ഒരു കാരണവശാലും കൊമ്പ് കോർക്കാൻ തയ്യാറല്ല. അങ്ങനെ പോകേണ്ടതില്ല എന്നൊരു ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അവരുമായിട്ട് എന്തിന് ഞങ്ങൾ അനാവശ്യമായിട്ട് കൊമ്പ് കോർക്കണം? കൊമ്പ് കോർത്തിട്ട് എന്താ അനുഭവം ഉണ്ടായി? നമുക്ക് വല്ല കിട്ടിയോ? കിട്ടാണ്ട് മേടിച്ച് മേടിച്ച് തന്നോ? പിന്നെ അനാവശ്യമായി ഈ പ്രത്യേകിച്ച് ആദിവാസി തൊട്ട് നമ്പൂതിരി വരെയൊന്നും, അതിനുശേഷം ആദിവാസി തൊട്ട് നായാടി തൊട്ട് നസ്രാണി വരെ യോജിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്ന SNDP യോഗത്തിന് ഇനി NSSുമായിട്ട് സമരസപ്പെടുത്തി പോവുക എന്നുള്ളതല്ലാതെ അവരുമായിട്ട് ഒരു പിണങ്ങിപ്പോവുക എന്നൊരു നയം ഇനി ഞങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും SNDP യോഗം ഇനി NSS നേതൃത്വമായിട്ട് ഒരു സമരസപ്പെടുത്തി പോകണം, അവരുമായിട്ട് ഒരു പിണക്കത്തിൽ പോകുന്നത് ഈ കാലഘട്ടത്തിന് അനിവാര്യമല്ല. യോജിച്ചു പോകുന്നതാണ് അനിവാര്യം എന്നുള്ള ചിന്ത ഇന്ന് ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി വർഗീയവാദികൾക്ക് കുടപിടിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സതീശനെ ഊളംപാറയിൽ ചികിത്സിക്കണം. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗും ആവും കേരളം ഭരിക്കുകയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF വിപുലീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള കോൺഗ്രസ് M വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ല. വിസ്മയം എന്തെന്ന് മാധ്യമങ്ങളാണിപ്പോൾ തീരുമാനിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു.